कूजन्तं राम रामेति मधुरं मधुराक्षरम्। നമസ്കാരം, എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഗ്രാമീയ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യമായി നോക്കാം പ്രധാന വാർത്തകൾ. അപകടക്കുഴികൾ നിറഞ്ഞ ദേശീയപാത, അപകടങ്ങൾ പതിവായിട്ടും കണ്ടില്ലെന്ന് നടിച്ച് അധികൃതർ. വിദ്യാർത്ഥികൾക്ക് വിതരണം ചെയ്യാനുള്ള മയക്കുമരുന്നുകളുമായി ഇതര സംസ്ഥാന തൊഴിലാളി കീഴ്പുള്ളിക്കരയിൽ പിടിയിൽ. ഓണാഘോഷത്തിന്റെ ഭാഗമായുള്ള കണ്ടശാങ്കടവ് വള്ളംകളി സെപ്റ്റംബർ 6 നടക്കും. വാർത്തകൾ വിശദമായി. അപകടക്കുഴികൾ നിറഞ്ഞ ദേശീയപാത, ചെറുതും വലുതുമായ അപകടങ്ങൾ പതിവായിട്ടും കണ്ടില്ലെന്ന് നടിച്ച് അധികൃതർ. ദിനം പ്രതി നിരവധി ഭാരവാഹനങ്ങൾ ഉൾപ്പെടെ കടന്നുപോകുന്ന ദേശീയപാത 66 നിലവിലെ അവസ്ഥയാണിത്. ശ്രീനാരായണപുരം മുതൽ വടക്കോട്ട് ചേറ്റുവ വരെയുള്ള ഭാഗങ്ങളിൽ റോഡ് കുണ്ടും കുഴിയുമായിട്ടാണ് മാസങ്ങളായി. കനത്ത മഴയിൽ പലയിടത്തും ടാർ ഇളകി മാറിയതാണ് വലിയ കുഴികൾ രൂപപ്പെടാൻ കാരണം. 4 വർഷം മുൻപാണ് റോഡ് റീടാർ ചെയ്തത്. കുഴികൾ ഉണ്ടാകുമ്പോൾ താൽക്കാലികമായി അടയ്ക്കുമെങ്കിലും ദിവസങ്ങൾക്കുള്ളിൽ പൂർവ്വസ്ഥിതിയിലാകും. 6 വരി ദേശീയപാതയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നതിനാൽ രാത്രിയിലും പകലുമായി നിരവധി ഭാരവാഹനങ്ങൾ കടന്നു പോകുന്നതോടെ കുഴികൾ ദിനംപ്രതി വലുതാവുകയാണ്. സ്ഥിരം അപകടങ്ങൾ നടക്കുന്ന പെരിഞ്ഞനം പഞ്ചായത്ത് വളവിന് സമീപം നിരവധി കുഴികളാണുള്ളത്. വടക്കേ ബസ് സ്റ്റോപ്പിന് സമീപവും 3 പീടിക ജംഗ്ഷന് സമീപവും മറ്റ് പ്രധാന ഇടങ്ങളിലും സമാന സാഹചര്യം തന്നെയാണ്. പരാതികൾ ഏറിയതിനെ തുടർന്ന് ഒരാഴ്ച മുമ്പ് ഇവിടെ മെറ്റലിട്ട് ഉറപ്പിച്ചിരുന്നു. എന്നാൽ മഴ കനത്തതോടെ മെറ്റൽ മുഴുവൻ റോഡിൽ ചിതറിക്കിടക്കുകയാണ്. ഇരുചക്ര വാഹന യാത്രികരാണ് കുഴികളിൽ വീണ് അപകടത്തിൽപ്പെടുന്നത്. ദേശീയപാതയിലുള്ള ബസ് കാത്തിരിപ്പ് കേന്ദ്രങ്ങളുടെ സ്ഥിതിയും ദുരിതപൂർണമാണ്. മിക്കയിടത്തും വെള്ളം കെട്ടിക്കിടക്കുന്ന കാരണം വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർ ബസ്സിൽ കയറാൻ ഏറെ ബുദ്ധിമുട്ടുന്നുണ്ട്. സ്റ്റോപ്പുകളിൽ വെള്ളക്കെട്ട് കാരണം ബസ്സുകൾ നീക്കി നിർത്തുന്നതും യാത്രക്കാരെ ദുരിതത്തിലാക്കുന്നു. റോഡിന്റെ ശോചനീയാവസ്ഥയിൽ പ്രതിഷേധിച്ച് തിങ്കളാഴ്ച മുതൽ ഗുരുവായൂർ കൊടുങ്ങല്ലൂർ റൂട്ടിൽ സ്വകാര്യ ബസ് സമരം കൂടി പ്രഖ്യാപിച്ചതോടെ വരും ദിവസങ്ങളിൽ യാത്രാ ദുരിതം ഇരട്ടിയാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. സമൂഹത്തിനു നൽകിയ സംഭാവനകൾക്ക് സംരംഭകനും ചലച്ചിത്ര നിർമ്മാതാവും നടനും എഴുത്തുകാരനും മെഡിമിക്സ് ബ്രാൻഡിന്റെ ചെയർമാനും ശ്രീനാരായണ പ്രസ്ഥാനങ്ങളുമായി ആത്മബന്ധം പുലർത്തുന്ന ഡോക്ടർ എ.വി. അനൂപിനെ യോഗിനിമാതാ സേവാ കേന്ദ്രം ആദരിച്ചു. യോഗിനിമാതാ ബാലികാ സദനത്തിലെ മക്കളുടെ ഈശ്വര പ്രാർത്ഥനയോടെ പുരസ്കാര ചടങ്ങുകൾ ആരംഭിച്ചു. യോഗിനിമാതാ സേവാ കേന്ദ്രം പ്രസിഡന്റ് എ.പി. സദാനന്ദൻ അധ്യക്ഷനായി. സ്വാമി തേജസ്വരൂപാനന്ദ കപിലാശ്രമം തൃപ്രയാർ അനുഗ്രഹ പ്രഭാഷണം നടത്തി. ബ്രഹ്മശ്രീ കോരു ആശാൻ സ്മാരക വൈദിക സംഘം ആചാര്യൻ സി.ബി. പ്രകാശൻ തന്ത്രികൾ, സെക്രട്ടറി പി.ആർ. രവി, എൻ.ഡി. ധനേഷ്, സേതുമാധവൻ, ശോഭ സുബിൻ, സേവാ കേന്ദ്രം ജോയിന്റ് സെക്രട്ടറി എം.ഡി. സുനിൽകുമാർ എന്നിവർ സംസാരിച്ചു. തുടർന്ന് എ.വി. അനൂപിന് മംഗളപത്രവും പുരസ്കാര സമർപ്പണവും നടത്തി. തുടർന്ന് യോഗിനിമാതാ സേവാ കേന്ദ്രത്തിന്റെ മുൻ സെക്രട്ടറിയും നിലവിലെ വൈസ് പ്രസിഡന്റുമായ എൻ.എസ്. സജീവിനെ ആദരിച്ചു. അങ്ങനെ അദ്ദേഹത്തിന്റെ കർമ്മഭൂമി, അദ്ദേഹത്തിന്റെ കർമ്മഭാഗമായി, ജീവിതത്തിന്റെ ഭാഗമായി അദ്ദേഹത്തിന് ലഭിച്ച ജീവിതത്തിന്റെ പങ്കാളിയും സോളയിൽ കുടുംബത്തുമായിരുന്നു. ആ കുടുംബമാകട്ടെ ഞാൻ മുൻപ് പറഞ്ഞ ശ്രീ നാരായണ ഗുരു തൃപ്പാദങ്ങളുടെ മുദ്രകൾ പതിഞ്ഞ ഗുരുപാദങ്ങളെ ചികിത്സിക്കാൻ വരാനുള്ള കുടുംബമായിരുന്നു അതെന്ന് തോന്നുന്നു, സോളയിൽ കുടുംബം. അപ്പം അങ്ങനെ ധാരാളം ബന്ധങ്ങൾ ഉണ്ടാകുന്നു. നമുക്ക് അജ്ഞാതമാണെന്ന് തോന്നും. ഒന്ന് ചുഴിഞ്ഞു നോക്കിയാൽ മനസ്സിലാവും ഇതെല്ലാം അടിസ്ഥാനപരമായി ചില കർമ്മങ്ങളുടെ ബന്ധനമാണ്, ചില കർമ്മങ്ങളുടെ ബന്ധമാണ്, വിശിഷ്ടമായ ബന്ധമാണ്, പവിത്രമായ ബന്ധമാണ്, കടമയാണ്, ചുമതലകളാണ് എന്നൊക്കെ നമുക്ക് ബോധ്യമാവും. അതുകൊണ്ടാവാം അദ്ദേഹത്തിൻ്റെ കർമ്മഭാഗം എന്ന നിലയ്ക്ക് തന്നെ ഒരു സംരംഭകൻ എന്ന നിലയ്ക്ക് എന്തൊക്കെ മുന്നോട്ട് വെച്ചാലും. കർക്കടക മാസത്തിലെ ആദ്യത്തെ ഞായറാഴ്ച തൃപ്രയാർ ക്ഷേത്രത്തിൽ നാലമ്പല തീർത്ഥാടകരുടെ വലിയ തിരക്ക് അനുഭവപ്പെട്ടു. ക്ഷേത്രത്തിനകത്തെയും നടപ്പന്തലിലെയും വരി കവിഞ്ഞ് റോഡരികിലെ ഭണ്ഡാരം വരെ ക്യൂ രൂപപ്പെട്ടു.
രാവിലെ 3 മുതൽ ദൂരെ സ്ഥലങ്ങളിൽ നിന്നുള്ള ഭക്തരടക്കം ദർശനത്തിനെത്തി. വരി നിൽക്കുന്നതിനിടെ അസ്വസ്ഥത അനുഭവപ്പെട്ട 108 പേർക്ക് ആരോഗ്യ പ്രവർത്തകർ പ്രഥമ ശുശ്രൂഷ നൽകി. 2 പേരെ ചികിത്സയ്ക്കായി ആശുപത്രിയിലേക്ക് മാറ്റി. പോലീസും സന്നദ്ധ പ്രവർത്തകരും തിരക്ക് നിയന്ത്രിക്കാനുണ്ടായിരുന്നു. ക്ഷേത്രം റോഡിലും ദേശീയപാതയിലും വലിയ തോതിൽ ഗതാഗത കുരുക്കുമുണ്ടായി. പെരുങ്ങോട്ടുകര കാനാടിക്കാവ് ശ്രീ വിഷ്ണുമായ സ്വാമി ക്ഷേത്രത്തിൽ രാമായണ മാസാചരണത്തിന്റെ ഭാഗമായി അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമവും ആനയൂട്ടും നടന്നു. നാട്ടുകൊമ്പൻ എറണാകുളം ശിവകുമാരനെ നടയിൽ സാന്നിധ്യത്തോടെ ഗജപൂജ നടത്തി. സൂര്യകാലടി മന പരമേശ്വരൻ ഭട്ടതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിലായിരുന്നു ചടങ്ങുകൾ. ചടങ്ങിൽ ഗജരാജൻ എറണാകുളം ശിവകുമാരനെ മഠാധിപതി ഡോക്ടർ വിഷ്ണുഭാരതീയ സ്വാമി കാനാടിക്കാവ് ഗജവീരരത്നം പട്ടം നൽകി ആദരിച്ചു. 10 മണി മുതൽ ആനയൂട്ട് ആരംഭിച്ചു. ഗജവീരൻ എറണാകുളം ശിവകുമാറിന് മഠാധിപതി ഡോക്ടർ വിഷ്ണുഭാരതീയ സ്വാമി ആദ്യ ഉരുളം നൽകിക്കൊണ്ട് ആനയൂട്ട് ആരംഭിച്ചു. ഔഷധക്കൂട്ടടങ്ങിയ ദ്രവ്യങ്ങളും ചോറും കരിമ്പ്, പൈനാപ്പിളും മറ്റു പഴവർഗ്ഗങ്ങളുമായിരുന്നു ആനയൂട്ടിൻ്റെ ദ്രവ്യങ്ങൾ. 17 ആനകൾ ആനയൂട്ടിൽ പങ്കെടുത്തു. നിരവധി ഭക്തരും ആനപ്രേമികളും ചടങ്ങിൽ പങ്കെടുക്കാനെത്തിയിരുന്നു. കാനാടിക്കാവ് ശ്രീ വിഷ്ണുമായ സ്വാമി ക്ഷേത്രം ട്രസ്റ്റ് മെമ്പർമാരായ സൈലേഷ് കാനാടി, സൈജു കാനാടി, കൃഷ്ണരാജ് കാനാടി, ശ്രീകൃഷ്ണൻ കാനാടി എന്നിവർ നേതൃത്വം നൽകി. വൈദ്യുതി ജീവനക്കാർ ജോലി ചെയ്തുകൊണ്ടിരിക്കെ കൂറ്റൻ മരം കടപുഴകി വീണതിനെ തുടർന്ന് 7 വൈദ്യുതി തൂണുകൾ തകർന്നു. ജീവനക്കാർക്ക് നിസ്സാര പരിക്കേറ്റു. ചെമ്മാപ്പള്ളി പെടയനാട് റോഡിലാണ് സംഭവമുണ്ടായത്. മരം വീഴാൻ സാധ്യതയുള്ളതിനാൽ മുറിച്ചു മാറ്റണമെന്ന് സ്ഥലമുടമ കഴിഞ്ഞ ദിവസം പെരുങ്ങോട്ടുകര KCB ഓഫീസിൽ അറിയിച്ചിരുന്നു. ഇതുപ്രകാരം ലൈൻമാൻ ഉൾപ്പെടെയുള്ള ജീവനക്കാർ വൈദ്യുതി കമ്പികൾ അഴിച്ചു മാറ്റുന്നതിനിടയിൽ മരം കടപുഴകി ലൈനിലേക്ക് വീഴുകയായിരുന്നു. വൈദ്യുതി തൂണിലുണ്ടായിരുന്ന ജീവനക്കാരൻ താഴേക്ക് വീണെങ്കിലും അത്ഭുതകരമായി രക്ഷപ്പെട്ടു. 7 വൈദ്യുതി തൂണുകൾ തത്സമയം ഒടിഞ്ഞു വീണു. ഈ സമയം റോഡിൽ ആളില്ലാതിരുന്നതിനാൽ വൻ ദുരന്തം ഒഴിവായി. തകർന്ന പോസ്റ്റുകൾ മാറ്റി സ്ഥാപിക്കാനുള്ള പ്രവൃത്തി ശനിയാഴ്ചയോടെ പൂർത്തിയായി. വീടിനോട് ചേർന്നോ വൈദ്യുതി തൂണുകൾക്ക് സമീപത്തായോ മരങ്ങൾ വീഴാറായി നിൽക്കുന്നുണ്ടെങ്കിൽ വൈദ്യുതി ഓഫീസിൽ ഉടൻ അറിയിക്കണമെന്ന് പെരുങ്ങോട്ടുകര KCBയിലെ ഓവർസിയർ KA ജോയ് അഭ്യർത്ഥിച്ചു. സെക്ഷനിലെ ഓവർസിയറാണ്. എൻ്റെ പേര് ജോയ് എന്നാണ്. അപ്പോൾ നമ്മൾ 2 ദിവസം മുന്നേ മഴയത്ത് ഒരു മരം ചാഞ്ഞ് നിൽക്കുന്നുണ്ടായിരുന്നു ലൈനിലേക്ക്. വലിയൊരു മരമായിരുന്നു. അപ്പോൾ കൺസ്യൂമർ ആവശ്യപ്പെട്ട പ്രകാരം നമ്മളത് കമ്പികളഴിച്ച് ലൈൻ ഓഫ് ചെയ്ത് കമ്പികളഴിക്കാൻ നിൽക്കുന്ന സമയത്ത് ആ മരം വീഴുകയും ഒരു 7 പോസ്റ്റോളം നമുക്ക് അതിൽ ഒടിയുകയുണ്ടായി.
അപ്പോൾ നമ്മൾ അന്ന് തന്നെ എല്ലാവർക്കും വൈദ്യുതി പുനഃസ്ഥാപിച്ചു. എങ്കിലും നമ്മൾ പോസ്റ്റുകൾ മാറ്റുന്ന ഘട്ടം ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നതാണ്. ഇതുപോലെ ലൈനിലേക്ക് എന്തെങ്കിലും അപകടമായ രീതിയിൽ മരങ്ങൾ നിൽക്കുന്നുണ്ടെങ്കിൽ ഓഫീസിലേക്ക് അറിയിച്ചാൽ അത് ഒരു ഉപകാരമായിരിക്കും. നമ്മൾ ലൈൻ ഓഫ് ചെയ്യുന്ന നേരത്താണ് മരം വീണത് കൊണ്ടും റോട്ടിൽ വലിയ അപകടമൊന്നും ഉണ്ടായില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ ആരെങ്കിലും ഓഫീസുമായിട്ട് ബന്ധപ്പെടാം, നന്നായിരിക്കും. പെരുങ്ങോട്ടുകര നെഹ്റു സ്റ്റഡീസ് സെന്റർ ആൻഡ് കൾച്ചറൽ ഫോറം +2 പരീക്ഷയിൽ ഫുൾ A+ നേടിയ പൈക്കാട്ട് മനയിലെ സഞ്ജയ്, USS പരീക്ഷയിൽ സ്കോളർഷിപ്പ് നേടിയ ശ്രീദേവി, SSLC പരീക്ഷയിൽ ഫുൾ A+ നേടിയ ചെമാപ്പള്ളി ഏറാട്ട് ശിവനന്ദ എന്നിവരെ വസതിയിലെത്തി അനുമോദിച്ചു. കൾച്ചറൽ ഫോറം ചെയർമാൻ ആൻഡോ തുറയൻ അനുമോദന സദസ്സ് ഉദ്ഘാടനം ചെയ്തു. കൺവീനർ രാമൻ നമ്പൂതിരി അധ്യക്ഷത വഹിച്ചു. രക്ഷാധികാരി MB സജീവ് മുഖ്യപ്രഭാഷണം നടത്തി. ട്രഷറർ പ്രമോദ് കണിമംഗലത്ത്, ഹരിദാസൻ ചെമാപ്പള്ളി എന്നിവർ സംസാരിച്ചു. അപ്പോൾ എല്ലാവിധ വിജയങ്ങളും ആദ്യമേ ആശംസിക്കുന്നു. കൂടുതൽ പഠിച്ച് ഏറ്റവും നല്ല രീതിയിൽ, മികച്ച രീതിയിൽ നമ്മുടെ നാടിനും സമൂഹത്തിനും അതുപോലെ തന്നെ കുടുംബത്തിനും മാതൃകയായ വിദ്യാർത്ഥികളായി മാറട്ടെ എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. എനിക്ക് പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, നമ്മളെ എവിടെയൊക്കെ ജയിച്ച് എല്ലാ കാര്യങ്ങളും നേടിയാലും നമ്മുടെ മാതാപിതാക്കളെ മറന്നുകൊണ്ട് ഒരിക്കലും മുന്നോട്ട് പോകരുത്. ഇന്നത്തെ ഒരു കാലഘട്ടം ആ രീതിയിലേക്കാണ് പോകുന്നത്. അപ്പോൾ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി നമ്മളെ പഠിപ്പിച്ച ഗുരുനാഥന്മാരെയും മാതാപിതാക്കളെയും ഒക്കെ ഒത്തൊരുമയോടെ കൂടി നമ്മൾ പരിചരിക്കാനും അവരെ ശുശ്രൂഷിക്കാനൊക്കെ ഉള്ള കാര്യങ്ങളിലേക്ക് വരികയും ചെയ്യണം എന്നാണ് എനിക്ക് പറയുന്നത്. പഠിപ്പിച്ച മാതാപിതാക്കൾക്കും പിന്നെ സപ്പോർട്ട് ചെയ്ത് കൂടെ നിന്ന അധ്യാപകർക്കും പിന്നെ ഇതിന് ഇങ്ങനെ ഞങ്ങൾക്ക് ഇൻസ്പയർ ആവാൻ വേണ്ടിയിട്ട് ഇങ്ങനെ അവാർഡ് തന്ന നെഹ്റു സ്റ്റഡി സെൻ്ററിനും നന്ദി പറയുന്നു. ചാന്ദ്രദിനവുമായി ബന്ധപ്പെട്ട് ബാലസംഘം തളിക്കുളം വില്ലേജ് കമ്മിറ്റി പാർട്ടി വിത്ത് മൂൺ എന്ന ക്ലാസ് സംഘടിപ്പിച്ചു. തളിക്കുളം സീതാറാം യെച്ചൂരി ഭവനിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ കൊടുങ്ങല്ലൂർ സയൻസ് സെന്റർ, ജില്ലാ പഞ്ചായത്തിന്റെ വിജ്ഞാന സാഗർ എന്നിവിടങ്ങളിൽ ശാസ്ത്രാധ്യാപകനായിരുന്ന ശ്രീജിത്ത് ക്ലാസ് നയിച്ചു. സമാപന യോഗത്തിൽ നവമി പ്രസാദ്, EPK സുഭാഷിതൻ, KS ആത്മേയ, AG ആദിദേവ്, രാം മനോഹർ, കൃഷ്ണപ്രിയ രാജേഷ്, ആസാദ് സുബീൻ, വേദിക, കല ടീച്ചർ, ചിന്നു ശ്രീനിവാസൻ എന്നിവർ സംസാരിച്ചു. പൊട്ടാസ്യം ക്ലോറൈറ്റും നന്നായിട്ട് പൊടിച്ച് മിക്സ് ചെയ്തിട്ട് ഒരു 40% പഞ്ചസാര, 20% പൊട്ടാസ്യം ക്ലോറൈറ്റ് എടുത്തു കഴിഞ്ഞാൽ ആവശ്യത്തിനുള്ള അളവായി മിക്സ് ചെയ്തിട്ട് ഒരു ചെറിയ PVC, ഈ വണ്ണത്തിലുള്ള PVC നമ്മൾ എടുത്തില്ലേ, ആ വണ്ണത്തിലുള്ള PVC പൈപ്പിൻ്റെ ഉള്ളിലേക്ക് നന്നായിട്ട് ഒരു ചെറിയ കഷ്ണം, ഒരു 10 സെൻറ്റിമീറ്റർ നീളത്തിലുള്ള കഷ്ണത്തിൻ്റെ അകത്ത് നിറച്ചിട്ട് ഒരു ചെറിയൊരു തിരിയും വെച്ച് കഴിഞ്ഞാൽ എന്തായി ഒരു കുഞ്ഞു റോക്കറ്റ് കേട്ടോ. അതിൻ്റെ വീഡിയോ ഒക്കെ യൂട്യൂബിലുണ്ട്, നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. ശരിക്കും അതായത് ISRF ഉപയോഗിക്കുന്ന ബൂസ്റ്റർ റോക്കറ്റ് എന്ന് പറയുന്ന റോക്കറ്റ് പ്രിൻസിപ്പിൾ അതൊക്കെ തന്നെയാണ് കേട്ടോ. പിന്നെ നമ്മൾ കുറച്ചുകൂടി അഡ്വാൻസ്ഡായി, നമ്മൾ എന്ത് ഉപയോഗിക്കാൻ തുടങ്ങി, അലുമിനിയം കത്തുന്ന വസ്തുവാണ്. അലുമിനിയം പാത്രം നിങ്ങളുടെ വീട്ടിൽ വെച്ച് കഴിഞ്ഞാൽ കുഴപ്പമില്ല, പക്ഷെ അലുമിനിയം പൗഡർ നിങ്ങളുടെ വീട്ടിൽ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പോലീസ് പിടിക്കും. എന്താ കാരണം അറിയാം? അലുമിനിയം പൗഡർ ഒരു എക്സ്പ്ലോസീവാണ്. പടക്കത്തിൻ്റെ കണ്ടിട്ടില്ലേ, പടക്കത്തിൻ്റെ ഉള്ളിൽ നമ്മുടെ റോക്കറ്റുകളിൽ ഉപയോഗിക്കുന്ന ഒരു ഇന്ധനം കൂടിയിട്ടാണ് ഇത് അലുമിനിയം പൗഡർ. ചന്ദ്രാപിനി സെന്ററിൽ കടയിൽ കയറി അക്രമം നടത്തിയ കേസിൽ 2 പേരെ കയ്പമംഗലം പോലീസ് അറസ്റ്റ് ചെയ്തു. ചാമക്കാല ചക്കുഞ്ഞി ഉന്നതി സ്വദേശി ചക്കഞ്ചത്ത് വീട്ടിൽ വിഷ്ണു, സുഹൃത്ത് പുളിക്കൽ വീട്ടിൽ കിരൺ എന്നിവരാണ് പിടിയിലായത്. വ്യാഴാഴ്ച രാത്രി 8 മണിയോടെയാണ് സംഭവമുണ്ടായത്. സെന്ററിൽ പ്രവർത്തിക്കുന്ന കഴിമ്പ്രം സ്വദേശിയായ നന്ദകുമാർ എന്നയാളുടെ കടയുടെ സമീപത്തുനിന്ന് കിരൺ ഫോണിൽ വിളിച്ച് അസഭ്യം പറഞ്ഞത് നന്ദകുമാർ ചോദ്യം ചെയ്തിരുന്നു. ഇതിന്റെ വിരോധത്തിൽ ഇരുവരും ചേർന്ന് കടയിൽ കയറി അക്രമം നടത്തുകയും നന്ദകുമാറിനെയും മകനെയും ഭീഷണിപ്പെടുത്തുകയും മർദ്ദിക്കുകയുമായിരുന്നു. നിരവധി ക്രിമിനൽ കേസുകൾ പ്രതിയാണ് കിരൺ. ദേശീയപാതയിൽ 2 വാഹനാപകടം, 3 പേർക്ക് പരിക്ക്. മതിലകം പള്ളിവളവിലും കയ്പമംഗലം കാളമുറിയിലുമായിരുന്നു അപകടം. മതിലകം പള്ളിവളവിൽ കാർ ഓട്ടോറിക്ഷയിലിടിച്ചുണ്ടായ അപകടത്തിൽ ഓട്ടോയിലുണ്ടായിരുന്ന 2 പേർക്കാണ് പരിക്കേറ്റത്. മതിലകം മതിൽമൂല സ്വദേശി ഉണ്ണികൃഷ്ണൻ, ആല സ്വദേശി ഷാജി എന്നിവർക്കാണ് പരിക്കേറ്റത്. ഞായറാഴ്ച രാവിലെ 7:30യോടെയായിരുന്നു അപകടം. കാളമുറിയിൽ ബൈക്ക് ലോറിയിലിടിച്ച് ബൈക്ക് യാത്രികനായ പാവർട്ടി സ്വദേശി വിളക്കത്തറ വീട്ടിൽ വിഷ്ണുവിനാണ് പരിക്കേറ്റത്. ഞായറാഴ്ച പുലർച്ചെ 3 മണിയോടെയായിരുന്നു അപകടം. പരിക്കേറ്റവരെ ആക്ട്സ് പ്രവർത്തകർ കൊടുങ്ങല്ലൂർ AR ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇനിയൊരു ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ വീണ്ടും തുടരും. കൂജന്തം രാമ രാമേതി
മധുരം മധുരാക്ഷരം. നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NES തൃപ്രയാർ 22 വർഷമായി ഉന്നത വിജയ നിലവാരം നിലനിർത്തുന്ന പ്രശാന്ത സുന്ദരമായ തൃപ്രയാർ പുഴയോരത്തെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനമാണ് നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NES. Affiliated to Calicut University, approved by Government of Kerala and AICTE. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ സെൽഫ് ഫിനാൻസിംഗ് കോഴ്സുകളായ BCom കോഓപ്പറേഷൻ, BCom ഫിനാൻസ്, BBA, BCA എന്നീ കോഴ്സുകൾക്ക് പുറമെ ഈ അധ്യയന വർഷം മുതൽ PG കോഴ്സായ MCom NES കോളേജിൽ ആരംഭിക്കുന്നു. കുട്ടികളുടെ കലാകായിക അഭിരുചി പ്രോത്സാഹിപ്പിക്കുന്നതിനോടൊപ്പം തികഞ്ഞ അച്ചടക്കം, മികവുറ്റ അധ്യാപകർ, വിപുലമായ ലൈബ്രറി, സുസജ്ജമായ കമ്പ്യൂട്ടർ ലാബ്, വിശാലമായ ഫുഡ് ഹൗസ്. നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NES തൃപ്രയാർ. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് #1 ബ്രോഡ്ബാൻഡ് സർവീസ്. തിരികെ വാർത്തകളിലേക്ക്. വിദ്യാർത്ഥികൾക്ക് വിതരണം ചെയ്യുന്നതിനായി മാരക മയക്കുമരുന്നുകൾ സൂക്ഷിച്ച ഇതര സംസ്ഥാന തൊഴിലാളിയെ അന്തിക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തു. കൊൽക്കത്ത മുർഷിദാബാദ് സ്വദേശി ഇസാജുലാണ് അറസ്റ്റിലായത്. കിഴുപ്പുള്ളിക്കരയിൽ ഇയാൾ വാടകയ്ക്ക് താമസിച്ചിരുന്ന വീട്ടിൽ നടത്തിയ പരിശോധനയിൽ മയക്കുമരുന്നുകളായ MDMA, ഹെറോയിൻ ഓയിൽ എന്നിവ പിടിച്ചെടുത്തു. പ്രതിക്കെതിരെ അന്തിക്കാട് പോലീസ് സ്റ്റേഷനിൽ ജുവനൈൽ ജസ്റ്റിസ് ആക്ട് പ്രകാരമുള്ള വകുപ്പ് കൂടി ചേർത്ത് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അന്തിക്കാട് പോലീസ് ഇൻസ്പെക്ടർ AS സരീൻ, സബ് ഇൻസ്പെക്ടർ KS സുബീന്ദ്, ASI വിജയൻ, സിവിൽ പോലീസ് ഓഫീസർമാരായ അനീഷ്, നിതിൻ എന്നിവർ ചേർന്നാണ് പ്രതിയെ പിടികൂടിയത്. വിദ്യാലയ പരിസരങ്ങളിൽ ഇത്തരം കുറ്റകൃത്യങ്ങൾക്കെതിരായി ശക്തമായ നിരീക്ഷണം തുടരുമെന്ന് തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി B കൃഷ്ണകുമാർ അറിയിച്ചു. ലഹരി പ്രതിരോധത്തിനായി മേഖലയിൽ പോലീസ് എക്സൈസ് നിരീക്ഷണം ശക്തമാക്കാൻ കിഴുപ്പിൽക്കര ജനകീയ സമിതിയും നിരന്തരം ഇടപെട്ടു വരുന്നുണ്ട്. കാരമുക്ക് പൂതൃക്കോവ് ശ്രീ നരസിംഹമൂർത്തി ക്ഷേത്രത്തിൽ ആറ്റുപുറത്ത് അരുൺകുമാറിന്റെ ശിക്ഷണത്തിൽ ശാസ്താംപാട്ട് പഠന ക്ലാസ് ആരംഭിച്ചു. ശാസ്താംപാട്ട് വാദ്യകലാകാരൻ കോച്ചായി വിശ്വനാഥൻ ഭദ്രദീപം കൊളുത്തി പഠനകളരി ആരംഭിച്ചു. ക്ഷേത്ര സംരക്ഷണ സമിതി പ്രസിഡന്റ് ഷാജി കുറുപ്പത്ത് അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി PB വേണു, ട്രഷറർ സൂര്യനാരായണൻ K, കമ്മിറ്റി അംഗങ്ങളായ VV പ്രമോദ്, വിശ്വനാഥൻ പുനത്തിൽ, സജീവൻ പുറത്താട്ടിൽ, സുഷമ സുനിൽ, രഞ്ജിനി വേണു, ധനലക്ഷ്മി ശാന്തൻ, രാധാ കുറുപ്പത്ത് എന്നിവർ നേതൃത്വം നൽകി. മാതൃസമിതി അംഗങ്ങൾ, യുവജന സമാജം അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു. അത് ഇതിൻ്റെ താളക്രമങ്ങളും അതുപോലെ പാട്ടുകളും നമ്മുടെ പഴയ കാരണന്മാരെ എഴുതി ചിട്ടപ്പെടുത്തിയിട്ടുള്ള ആ രീതിയിൽ തന്നെയാണ് ഇന്നും കടന്നു പോകുന്നത്. അതുകൊണ്ട് ഇതൊരു അനുഷ്ഠാനമായിട്ട് കാണുക. അതിനേക്കാൾ നമ്മൾ സാധാരണ ഒരു കല എന്നതിനേക്കാൾ ഉപരി ഒരനുഷ്ഠാനമായിട്ട് കണ്ടിട്ട് ഇത് പഠിക്കണം. അതിൽ കുറച്ച് സ്ത്രീകൾ മുമ്പോട്ട് വന്നതിൽ വലിയ സന്തോഷമുണ്ട്. കാരണം സ്ത്രീകൾക്ക് ഇത് പറ്റുമോ അല്ലെങ്കിൽ പാടുമോ എന്നുള്ളൊരു സന്ദേഹമൊക്കെ ഉണ്ടാവാം. പക്ഷെ അതങ്ങനെയൊന്നുമില്ല. ഓണം വാരാഘോഷത്തിന്റെ ഭാഗമായി ചീഫ് മിനിസ്റ്റേഴ്സ് എവറോളിംഗ് ട്രോഫിക്കായി നടക്കുന്ന കണ്ടശാങ്കടവ് വള്ളംകളി സെപ്റ്റംബർ 6 നടക്കും. ജലോത്സവ നടത്തിപ്പിന് വേണ്ട മുന്നൊരുക്കങ്ങൾ ചർച്ച ചെയ്യുന്നതിനായി ബന്ധപ്പെട്ടവരുടെ ആലോചന യോഗം തൃശൂർ സബ് കളക്ടറുടെ ചേംബറിൽ ചേർന്നു. സബ് കളക്ടർ അഖിൽ V മേനോൻ യോഗത്തിന് നേതൃത്വം നൽകി. ഓഗസ്റ്റ് 26 അത്തംനാളിൽ ജലോത്സവത്തിന് കൊടിയേറും. 5 ദിവസത്തെ വിപുലമായ ആഘോഷമാണ് ഉണ്ടാകുക. വള്ളംകളിയിൽ ചുണ്ടൻ വള്ളങ്ങളെ പങ്കെടുപ്പിക്കുന്നതിനെക്കുറിച്ചും BSNL-മായി സഹകരിച്ച് വള്ളംകളി തത്സമയം കാണുന്നതിനുള്ള സൗകര്യം ഒരുക്കുന്നതിനെക്കുറിച്ചും ജില്ലയിലെ ഓണാഘോഷ പരിപാടികൾ ഏതെങ്കിലും ഒന്ന് ജലോത്സവ നഗരിയിൽ നടത്തുന്നതിനെക്കുറിച്ചും യോഗത്തിൽ ചർച്ച ചെയ്തു. കലോത്സവത്തിൽ വിവിധ വകുപ്പുകളുടെ പങ്കാളിത്തം ഉറപ്പുവരുത്തി. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ്, തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KC പ്രസാദ്, അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KK ശശിധരൻ, ജില്ലാ പഞ്ചായത്ത് അംഗം VN സുർജിത്ത്, ജലവാഹിനി ബോട്ട് ക്ലബ് പ്രസിഡന്റ് കാർത്തികേയൻ, വ്യാപാര വ്യവസായ ഏകോപന സമിതി അംഗം, വിവിധ വകുപ്പ് തല ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. വിപുലമായ സംഘാടക സമിതി യോഗം ജൂലൈ 25 വൈകിട്ട് 5 കണ്ടശാങ്കടവ് പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരി ഹയർ സെക്കൻഡറി സ്കൂളിൽ ചേരും. തൃശ്ശൂർ ജില്ലാ പഞ്ചായത്തിൽ ഈ വിഷയങ്ങൾ കൃത്യമായി അവതരിപ്പിക്കുകയും ആ വിഷയത്തിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ തൃശ്ശൂർ ജില്ലാ പഞ്ചായത്ത് നേരിട്ട്
ഈ വള്ളംകളി നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള തീരുമാനമെടുക്കുകയായിരുന്നു. വള്ളംകളി സാധാരണയായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വലിയ ഭാരിച്ച ചെലവുകളുണ്ട്. ചുണ്ടൻ വള്ളങ്ങളും അതുപോലെ തന്നെ ഇരുട്ടുകുത്തി ചുണ്ടൻ വള്ളങ്ങളും എല്ലാം കൊണ്ടുവന്ന് നടത്തുക എന്ന് പറഞ്ഞാൽ വലിയ സാമ്പത്തിക പ്രയാസങ്ങൾ വരുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടാകുന്നത്. ആ അവസ്ഥകളെ തദ്ദേശ സ്ഥാപനങ്ങളെ ചേർത്ത് നിർത്തിക്കൊണ്ട് അതിന് സാമ്പത്തിക പ്രയാസങ്ങൾ മാറ്റി എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നതിൻ്റെ കൂടി അടിസ്ഥാനത്തിൽ തന്നെയാണ് തൃശ്ശൂർ ജില്ലാ പഞ്ചായത്ത് ഈ വർഷം മുതൽ അത് ഏറ്റെടുക്കുകയും തൃശ്ശൂർ ജില്ലയിലെ ഡിസ്ട്രിക്ട് ടൂറിസം പ്രൊമോഷൻ കൗൺസിലിന് കൂടി മുൻകൈയിൽ ഈ പ്രദേശങ്ങളിലെ തദ്ദേശ സ്ഥാപനങ്ങളെ കൂടി കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് ഈ മത്സര വള്ളംകളി ഒരു കാരണവശാലും എത്ര കാലം എത്ര സാമ്പത്തിക പ്രയാസങ്ങൾ വന്നാലും ഒരിക്കലും നിന്നു പോകാതിരിക്കുന്നതിനുള്ള ഒരു മുൻകരുതൽ കൂടിയാണ് ഇപ്രാവശ്യം ഈ വള്ളംകളി തൃശ്ശൂർ ജില്ലാ പഞ്ചായത്ത് ഏറ്റെടുത്തിട്ടുള്ളത്. മണലൂർ വിവേകാനന്ദ സേവാ കേന്ദ്രത്തിലെ 10ാമത് രാമായണോത്സവം പുറനാട്ടുകര സംസ്കൃത കോളേജ് റിട്ടയർഡ് പ്രിൻസിപ്പൽ ഡോക്ടർ KT മാധവൻ ഉദ്ഘാടനം ചെയ്തു. ഡോക്ടർ ML സജീവ് അധ്യക്ഷനായി. RSS ഇരിഞ്ഞാലക്കുട ജില്ലാ മാന്യ സംഘചാലക് E ബാലഗോപാൽ മുഖ്യപ്രഭാഷണം നടത്തി. അഡ്വക്കേറ്റ് TR ശിവൻ, സഹസംയോജക മിനി അനിൽകുമാർ എന്നിവർ സംസാരിച്ചു. ജൂലൈ 17 മുതൽ ആഗസ്റ്റ് 31 വരെ എല്ലാ ദിവസവും രാമായണ പാരായണം, പ്രഭാഷണങ്ങൾ, ഔഷധക്കഞ്ഞി വിതരണം എന്നിവ നടക്കും. സമാപന ദിവസം ശബരി ഭോജനവും ഉണ്ടായിരിക്കും. പെരിഞ്ഞനം പൊന്മാനിക്കുടം മുമ്പുവീട്ടിൽ വിശ്വനാഥപുരം ഭഗവതി ക്ഷേത്രത്തിൽ ആനയൂട്ടും ഗോശാല സമർപ്പണം നടത്തി. രാവിലെ നടന്ന ഗണപതി ഹോമം, ഗോപൂജ, ഗജപൂജ എന്നിവയ്ക്ക് ക്ഷേത്രം തന്ത്രി ശ്രീനിവാസൻ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. സത്യാനന്ദാശ്രമം മഠാധിപതി സ്വാമി ഗുരുദാസനന്ദ സരസ്വതി ഗോശാല സമർപ്പണം നടത്തി. ആനയൂട്ടിൽ 9 ആനകൾ പങ്കെടുത്തു. തുടർന്ന് ശങ്കര ഭജൻ അവതരിപ്പിച്ച ഭജനയും ഉണ്ടായിരുന്നു. പോലീസിന്റെ ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയ വാറന്റ് പ്രതി വലപ്പാട് ബീച്ച് ഓളാട്ട് വീട്ടിൽ വിജയ് ബാബു അറസ്റ്റ്. ഇയാൾ വീട്ടിലുണ്ടെന്നറിഞ്ഞ് വെള്ളിയാഴ്ച വൈകിട്ട് അറസ്റ്റ് ചെയ്യാനെത്തിയ വലപ്പാട് SI സാബു, സിവിൽ പോലീസ് ഓഫീസർമാരായ അബീഷ്, വിഷ്ണു, ആനന്ദ് എന്നിവരുടെ ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയതിനാലാണ് അറസ്റ്റ്. വലപ്പാട് SHO MK രമേശ്, SIമാരായ CN എബിൻ, സാബു, സിവിൽ പോലീസ് ഓഫീസർമാരായ അബീഷ്, വിഷ്ണു, ആനന്ദ് എന്നിവരാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. ഇനിയൊരു ഇടവേള കൂടി. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ വീണ്ടും തുടരും. മനം കവരും സ്വർണ്ണ വജ്രശോഭയിൽ മനോഹരമായ ഡിസൈനുകൾ, ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ മികച്ച കളക്ഷൻസ്, 3 പതിറ്റാണ്ടിലേറെ പാരമ്പര്യത്തോടെ മുഗൾ ഗോൾഡൻ ഡയമണ്ട്സ്, തൃപ്രയാർ 3 പീടിക. ആദ്യമൊക്കെ ആളുകൾ എന്നെ കാണുമ്പോൾ ചോദിക്കുമായിരുന്നു, എന്താ നിന്റെ മുഖത്തൊരു ആത്മവിശ്വാസ കുറവെന്ന്. ഇപ്പൊ ചോദ്യം മാറി, എന്താ നിന്റെ മുഖത്തൊരു ഓവർ കോൺഫിഡൻസ് എന്നായി. സത്യത്തിൽ ഇത് ഓവർ കോൺഫിഡൻസ് അല്ല, കോൺഫിഡൻസ് ആണ്. ഡോക്ടർ ഷെൽവി കെ ശ്രീജിത്തിന്റെ നേതൃത്വത്തിൽ സ്പർശ ആയുർവേദിക് ബ്യൂട്ടി പാർലർ ആൻഡ് കോസ്മെറ്റോളജി ക്ലിനിക് നൽകുന്ന കോൺഫിഡൻസ്. മുഖക്കുരു, കറുത്ത പാടുകൾ, കരിമംഗല്യം, താരൻ, മുടികൊഴിച്ചിൽ, അരിമ്പാറ എന്നിവയ്ക്ക് പൂർണ്ണമായും ആയുർവേദ ഔഷധങ്ങൾ ഉപയോഗിച്ചുള്ള ആയുർവേദ കോസ്മെറ്റോളജി ചികിത്സ. സ്പാ, പെഡിക്യൂർ, മാനിക്യൂർ, ആയുർവേദ ഫേഷ്യൽ, ഹെയർ കട്ട്, കളറിംഗ് തുടങ്ങി എല്ലാവിധ സർവീസുകളും ലഭ്യമാണ്. ഉഴിച്ചിൽ, പിഴിച്ചിൽ, ധാര, കിഴി തുടങ്ങി കേരളീയ ചികിത്സയ്ക്ക് പുറമെ പഞ്ചകർമ്മ ചികിത്സകളും ലഭ്യമാണ്. സ്പർശ ആയുർവേദ ക്ലിനിക് ആൻഡ് ആയുർവേദിക് ബ്യൂട്ടി പാർലർ നിയർ സൗത്ത് പെട്രോൾ പമ്പ്, തൃപ്രയാർ. ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ് ഇതാ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു മൺസൂൺ NRI ഫെസ്റ്റ്. ആന്റിക്, ചെട്ടിനാട്, നഗാസ്, പ്രഷ്യസ്, കുവൈറ്റ് കളക്ഷനുകൾ നിങ്ങൾക്ക് സ്വന്തമാക്കാം. സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ
ഓഫർ വാലിഡ് ഫോർ എ ലിമിറ്റഡ് ടൈം. കൂടുതൽ വിവരങ്ങൾക്ക് ഞങ്ങളുടെ ഷോറൂം സന്ദർശിക്കുക. ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ് നിയർ വൈമാൾ തൃപ്രയാർ. ഫോൺ 0487239997. മൊബൈൽ 9846125283 9846125284. വാർത്തകൾ തുടരുന്നു. നാട്ടിക ഇയാനി ശ്രീ ഭഗവതി ക്ഷേത്രത്തിൽ അഷ്ടദ്രവ്യ മഹാഗണപതി ഹവനം നടന്നു. വിശേഷാൽ പൂജകൾ, പ്രസാദ വിതരണം എന്നിവയുണ്ടായി. ക്ഷേത്രമേൽശാന്തി NS ജോഷി മുഖ്യ കാർമ്മികനായി. വൈശാഖ്, സുനന്ദ്, അനക് എന്നീ ശാന്തിമാർ സഹകാർമ്മികരായി. നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു. ക്ഷേത്രം രക്ഷാധികാരികളായ ENK തിലകൻ, ഡോക്ടർ സുരേഷ് ബാബു, രാമകൃഷ്ണൻ ഇയാനിത്തറ, ജയതിലകൻ ഇയാനി, പ്രസിഡന്റ് EK സുരേഷ്, വൈസ് പ്രസിഡന്റ് IR രാജു, സെക്രട്ടറി സുരേഷ് ഇയാനി, ജോയിന്റ് സെക്രട്ടറി EN പ്രദീപ് കുമാർ, ഗജാൻജി, ENT സ്നിധീഷ് എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. അസോസിയേഷൻ ഓഫ് ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്പ് കേരള വാടാനപ്പള്ളി യൂണിറ്റിന്റെ 25ാം വാർഷിക പൊതുയോഗം നടത്തി. ജില്ലാ പ്രസിഡന്റ് MK മുരളീധരൻ ഉദ്ഘാടനം ചെയ്തു. വാടാനപ്പള്ളി ലയൺസ് ക്ലബ്ബിൽ നടന്ന പരിപാടിയിൽ യൂണിറ്റ് പ്രസിഡന്റ് PK മോഹനൻ അധ്യക്ഷനായി. ജില്ലാ സെക്രട്ടറി വർഗീസ് ഇരമ്പൻ, ജില്ലാ ട്രഷറർ KC ജോർജൻ എന്നിവർ പങ്കെടുത്തു. അന്തിക്കാട് റേഞ്ച് എക്സൈസ് ഇൻസ്പെക്ടർ N രാജേഷ് ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് നടത്തി. യൂണിറ്റ് ജോയിന്റ് സെക്രട്ടറി PD ജോഷി, യൂണിറ്റ് സെക്രട്ടറി PM സുരേഷ്, ട്രഷറർ PV പാർത്ഥസാരഥി KR സതീശൻ എന്നിവർ സംസാരിച്ചു. ജൂലൈ 29-ന് തൃത്തല്ലൂരിൽ നടക്കുന്ന ക്ഷീര കർഷക സംഗമത്തിന്റെ ഭാഗമായി കുടുംബശ്രീ അംഗങ്ങൾക്ക് പാൽ ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണ ക്ലാസ്, കർഷകർക്ക് പച്ചക്കറി തൈകൾ വിതരണം എന്നിവ നടത്തി. വലപ്പാട് കാമധേനു ക്ഷീരസംഘം ഓഫീസിൽ നടന്ന ചടങ്ങ് CC മുകുന്ദൻ MLA ഉദ്ഘാടനം ചെയ്തു. കേരള സംസ്ഥാന സബ് ജൂനിയർ ടീം അംഗം കുമാരി അനാമികയെ ചടങ്ങിൽ ആദരിച്ചു. വലപ്പാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷിനിത ആഷിഖ് അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ V കല, വസന്ത ദേവലാൽ, KB സുധ, ജുബി പ്രദീപ്, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് VR ജിത്ത്, ഗ്രാമപഞ്ചായത്ത് അംഗം EP അജയ് ഘോഷ്, കാമധേനു സംഘം സെക്രട്ടറി KP ഹനീഷ് കുമാർ, തളിക്കുളം ബ്ലോക്ക് DFO ഷീല എന്നിവർ സംസാരിച്ചു. മാള DFIE നിഷ പാചക ക്ലാസ് എടുത്തു. ഹൈസ്കൂൾ തല വിദ്യാർത്ഥികൾക്ക് നടന്ന പ്രശ്നോത്തരി തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം CR ഷൈൻ ഉദ്ഘാടനം ചെയ്തു. വലപ്പാട് GVHSS പ്രിൻസിപ്പൽ സാവിത്രി സമ്മാനദാനം നിർവഹിച്ചു. വലപ്പാട് കാർമൽ സെൻട്രൽ സ്കൂൾ 1ാം സ്ഥാനവും വലിയ ഭാരതീയ വിദ്യാ മന്ദിർ 2ാം സ്ഥാനവും കഴിമ്പ്രം VPM SNTP HSS 3ാം സ്ഥാനവും നേടി. നാളെ ആര് എപ്പോൾ എന്തിന് എന്ന വിഷയം നമ്മുടെ പ്രദേശത്ത് നടക്കുകയാണ്. അപ്പോൾ ആ രംഗവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ഞാൻ വിചാരിച്ചിരുന്നു ഇനിയിപ്പോൾ ആരും എന്നെ വിളിക്കില്ല എന്ന്. ഇതൊക്കെ മുമ്പ് തീരുമാനിച്ചതിൻ്റെ പേരിൽ ആണ് വരാൻ കഴിഞ്ഞതെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനിയും 2-3 പരിപാടികൾ വലപ്പാട് ഗ്രാമപഞ്ചായത്തുമായി ബന്ധപ്പെടുത്തി എന്നെ വിളിച്ചിട്ടുണ്ട്. എന്നൊരു ഭയപ്പാടില്ല എനിക്ക്. ഇതുമായി വളരെയേറെ കാലം നമ്മൾ നടന്ന് പ്രവർത്തിച്ചതിൻ്റെ ഫലമായി ഒരാൾക്കും അഭിപ്രായ വ്യത്യാസങ്ങളൊന്നുമില്ലാതെ മുന്നോട്ട് പോകാൻ കഴിഞ്ഞ 55-60 വർഷത്തെ കാലഘട്ടം. കേരള പ്രവാസി സംഘം നാട്ടിക മേഖല സമ്മേളനം നാട്ടിക സർവീസ് സഹകരണ ബാങ്ക് ഹാളിൽ നടന്നു. പ്രവാസി സംഘം ഏരിയ സെക്രട്ടറി TS ശ്രീരാജ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. മേഖലാ പ്രസിഡന്റ് സുധീഷ് PS അധ്യക്ഷത വഹിച്ചു. CPI നാട്ടിക ലോക്കൽ സെക്രട്ടറി KB ഹംസ മുഖ്യാതിഥിയായി. ധനജ്ഞയൻ മച്ചിങ്ങൽ ആദരിക്കൽ ചടങ്ങ് നടത്തി. ജില്ലാ വൈസ് പ്രസിഡന്റ് PD അനിൽ, മേഖലാ സെക്രട്ടറി പ്രദീപ് ഏങ്ങൂർ, ജോയിന്റ് സെക്രട്ടറി IP മുരളി എന്നിവർ സംസാരിച്ചു. ഭാരവാഹികളായി IP മനോഹർലാൽ, പ്രദീപ് ഏങ്ങൂർ, KK സനൽ എന്നിവരെ തെരഞ്ഞെടുത്തു. IB മനോഹർലാൽ, AK ശിവശങ്കരൻ, KB മുരളി എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. ഉണ്ടായിരുന്ന കാഴ്ചപ്പാട് എന്ന് പറഞ്ഞാൽ കൂട്ടായ്മയാണ് കൃത്യമായ പ്രവാസ സംഘം ലക്ഷ്യം വെച്ചത്.
ആ കൂട്ടായ്മ പരിപോഷിക്കുന്നതിനാവശ്യമായിട്ടുള്ള ഭൗതിക സാഹചര്യങ്ങൾ ഒരുക്കാൻ ആവശ്യമായിട്ടുള്ള എന്തൊക്കെ നമുക്ക് ചെയ്യാൻ കഴിയും. ഈ കാലയളവിൻ്റെ ഇടയിൽ നമ്മളത് ചെയ്തിട്ടുണ്ട്. പ്രവാസംഘത്തിൻ്റെ ക്ഷേമനിധി ബോർഡ് രൂപീകരിച്ചിട്ടുണ്ട്. അതുമായി തന്നെ നോർക്ക രൂപീകരിച്ച് എല്ലാവിധ ജനങ്ങളുടെയും ജീവൻ പ്രധാനമായ പ്രശ്നങ്ങളെ എങ്ങനെയൊക്കെ നമുക്ക് കൂടെ നിർത്തി ചേർത്ത് നിർത്തി പരിഹരിക്കാം എന്നതിന് ലക്ഷ്യം വെച്ചുകൊണ്ടാണ് നോർക്ക രൂപീകരിച്ചത്. തളിക്കുളം ലയൺസ് ക്ലബിലെ ഈ വർഷത്തെ പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണ ചടങ്ങ് നടന്നു. സെക്കൻഡ് വൈസ് ഡിസ്ട്രിക്ട് ഗവർണർ KM അഷ്റഫ് ഉദ്ഘാടനവും ഇൻസ്റ്റാളേഷൻ ചടങ്ങും നടത്തി. ക്ലബ് പ്രസിഡന്റ് TN സുഗതകുമാർ അധ്യക്ഷനായി. റീജിയൻ ചെയർപേഴ്സൺ MM ദിനേശൻ, റീജിയൻ ലേഡി ശ്രുതി ചന്ദ്രൻ, സോൺ ലേഡി അനിതാഭരതൻ, അമൃത ജയപ്രകാശ്, നന്ദകുമാർ കുനിയത്ത് എന്നിവർ സംസാരിച്ചു. പ്രസിഡന്റായി CBK ലാൽ, സെക്രട്ടറിയായി നന്ദകുമാർ കുനിയത്ത്, ട്രഷററായി AP രാമകൃഷ്ണൻ എന്നിവർ സ്ഥാനമേറ്റു. ചടങ്ങിൽ വിവിധ മേഖലയിൽ പ്രാഗൽഭ്യം തെളിയിച്ചവരെ ആദരിക്കലും വിവിധ സേവന പ്രവർത്തനങ്ങളും നടന്നു. ഈ തളിക്കുളം ക്ലബിൽ വന്നിട്ട് പറയുന്നതാണ്. കാരണം 28 വർഷം എന്ന് പറയുമ്പോൾ എന്നെ സംബന്ധിച്ച് 22 വർഷമാണ് ഇവിടുത്തെ പ്രവർത്തന പരിചയം. അപ്പോൾ 28 വർഷമായിട്ടുള്ള ഒരു ക്ലബ്ബാണ് തളിക്കുളം ക്ലബ്ബ്. പ്രത്യേകിച്ച് ഇന്റർനാഷണൽ ഡയറക്ടർ ആൻഡ് VP നന്ദകുമാർ സാറും അത് പാസ്റ്റ് ഡിസ്ട്രിക്ട് ഗവർണർ ഡോക്ടർ സതീഷ് ബാബു, സുഷമ നന്ദകുമാറും ഒക്കെ ഉള്ള തൃപ്പയാർ ക്ലബ്ബ് സ്പോൺസർ ചെയ്തിട്ടുള്ളതാണ് എന്നാണ് വിശ്വാസം. അല്ലെ മാധവട്ട, തൃപ്പയാർ ക്ലബ്ബ് സ്പോൺസർ ചെയ്ത തളിക്കുളം ക്ലബ്ബ് എന്നും സേവന രംഗത്ത് അതിൻ്റെതായിട്ടുള്ള വ്യക്തിമുദ്ര പതിപ്പിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകാറ്. ഏത് സർവീസ് പ്രൊജക്റ്റുകളുണ്ടോ അല്ലെങ്കിൽ ഡിസ്ട്രിക്റ്റിന്റെ ഏത് കാര്യങ്ങളുണ്ടോ ആ കാര്യത്തിലൊന്നും ഒരു കാരണവശാലും ഒരു തരി പോലും ക്ലബ്ബ് ബാക്കിലേക്ക് പോകാറില്ല. അത്രയും സ്ട്രോങ് ആയിട്ടുള്ള പ്രവർത്തനമാണ് ലാലെ പ്രവർത്തിക്കുന്നത്. ഇത് പറയുന്നത് എന്താ വെച്ചാൽ ലാലിനുള്ള ഒരു കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത്. ഇത്രയും നല്ല മനോഹരമായിട്ടുള്ള ഉള്ള ചെറിയൊരു സ്ഥലമാണെങ്കിലും ആ സ്ഥലത്ത് ഇത്രയ്ക്ക് മനോഹരമായിട്ടുള്ള ഒരു ബിൽഡിംഗ് പൂർത്തീകരിച്ചു. കഴിഞ്ഞ മീറ്റിംഗ് വരെ വരുമ്പോൾ നമുക്ക് അവിടെ ഫ്രണ്ടിൽ ഷീറ്റ് മേഞ്ഞത് കണ്ടിരുന്നില്ല. അത് ഭംഗിയായിട്ട് ഷീറ്റ് മേഞ്ഞു. അങ്ങനെയൊക്കെ എല്ലാം കൊണ്ടും ഭംഗിയായിട്ടാണ് നടക്കുന്നത്. അപ്പൊ നമ്മളെ സംബന്ധിച്ച് ഇന്ന് ഈ ക്ലബിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചടങ്ങാണ്. വർഷത്തിൽ 2 തവണ ക്ലബിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങുകൾ നടക്കുക. ഒന്ന് ഇൻസ്റ്റലേഷൻ സെറമണി, 2 ഡിസ്ട്രിക്ട് ഗവർണറുടെ ഒഫീഷ്യൽ വിസിറ്റ്. ചന്ദ്രാപിനി മണ്ഡലം 12-ാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മഹാത്മാഗാന്ധി കുടുംബസംഗമം നടത്തി. ചാമക്കാല ഹരിദാസ് കൊച്ചിക്കാട്ടിന്റെ വസതിയിൽ നടന്ന കുടുംബസംഗമം DCC ജനറൽ സെക്രട്ടറി അനിൽ പുളിക്കൻ ഉദ്ഘാടനം ചെയ്തു. അൻവർ ചാമക്കാല അധ്യക്ഷനായി. സിനിമാ സീരിയൽ താരം ഷൈജൻ ശ്രീവത്സം മുഖ്യപ്രഭാഷണം നടത്തി. നേതാക്കളായ സുനിൽ P മേനോൻ, സജയ് വയനപ്പള്ളി, MU ഉമറുൽ ഫാറൂഖ്, TA സനിമുദ്ദീൻ, TA മുഹമ്മദ് സഖീർ, IB വേണുഗോപാൽ, CB അബ്ദുൽ നാസർ, PS സുജ, ഹരിദാസ് കൊച്ചിക്കാട്ട്, സുരേഷ് വേലേക്കാട്ട് എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ SSLC, +2 പരീക്ഷകളിൽ ഉന്നത വിജയം കൈവരിച്ചവരെയും മുതിർന്ന കോൺഗ്രസ് പ്രവർത്തകരെയും ആദരിച്ചു. ശ്രീ രാഹുൽ ഗാന്ധി പോയത് ജമ്മു കാശ്മീരിലെ തീവ്രവാദികൾ തീവ്രവാദികളാൽ കൊല ചെയ്യപ്പെട്ടവരുടെ രക്തസാക്ഷികളുടെ വീടുകളിലേക്കാണ്. അവിടെ മാരകമായ പരിക്ക് പറ്റി ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നവരുടെ അടുത്തേക്കാണ് ശ്രീ രാഹുൽ ഗാന്ധി പോയത്. മോദി തിരിഞ്ഞു നോക്കിയോ? ദിവസങ്ങളോളം നീണ്ടു, ആഴ്ചകൾ പിന്നിട്ടു. തീവ്രവാദികളാൽ കൊല ചെയ്യപ്പെട്ട പഹൽഗാമിലെ ഭീകരാക്രമണത്തെ കുറിച്ച് രാജ്യത്തിനകത്തു നിന്നും അപശബ്ദങ്ങൾ ഉയർന്നു വന്നു. ഒടുവിൽ നിർവാഹമില്ലാതെ, നിവൃത്തിയില്ലാതെ ഓപ്പറേഷൻ സിന്ദൂറിന് തയ്യാറാവേണ്ടി വന്നു. ഇന്ത്യ രാജ്യത്ത് ഇതുമായി ബന്ധപ്പെട്ട അതല്ലെങ്കിൽ BJP ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം, മോദി അധികാരത്തിൽ വന്നതിന് ശേഷം ഏറ്റവും നിർണായകമായ സന്ദർഭം രാജ്യം കടന്നുപോയപ്പോൾ, സർവകക്ഷി യോഗം വിളിച്ചപ്പോൾ ആ സർവകക്ഷി യോഗത്തിൽ പങ്കെടുക്കാൻ ഇന്ത്യയുടെ പ്രധാനമന്ത്രി തയ്യാറായില്ല.
ചന്ദ്രാപിനി സ്വദേശിയായ സ്വകാര്യ ബസിലെ കണ്ടക്ടറെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. CV സെന്ററിന് കിഴക്കുവശം കാക്കര ദിനേശിന്റെ മകൻ 20 വയസ്സുള്ള ധീനജാണ് മരിച്ചത്. ശനിയാഴ്ച വൈകിട്ട് വീട്ടിലെ മുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. കയ്പമംഗലം പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. തളിക്കുളം കച്ചേരിപ്പടി പടിഞ്ഞാറ് ബ്ലാങ്ങാട്ട് പരേതനായ മാധവന്റെ മകൻ സുന്ദരൻ അന്തരിച്ചു. 73 വയസ്സായിരുന്നു. സംസ്കാരം വാടാനപ്പള്ളി പഞ്ചായത്ത് ശ്മശാനത്തിൽ നടത്തി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. അപകടക്കുഴികൾ നിറഞ്ഞ ദേശീയപാത, അപകടങ്ങൾ പതിവായിട്ടും കണ്ടില്ലെന്ന് നടിച്ച് അധികൃതർ. വിദ്യാർത്ഥികൾക്ക് വിതരണം ചെയ്യാനുള്ള മയക്കുമരുന്നുകളുമായി ഇതര സംസ്ഥാന തൊഴിലാളി കീഴ്പുള്ളിക്കരയിൽ പിടിയിൽ. ഓണാഘോഷത്തിന്റെ ഭാഗമായുള്ള കണ്ടശാങ്കടവ് വള്ളംകളി സെപ്റ്റംബർ 6 നടക്കും. ഇതോടുകൂടി വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.